പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അന്നും ഇന്നും ജനക്കൂട്ടങ്ങളുടെ നോട്ടം അത്ഭുതങ്ങളിലേക്ക് തന്നെയാണ്. കർത്താവിൻ്റെതാവട്ടെ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന മനുഷ്യരുടെ പ്രയാസങ്ങളിലേക്ക്. ശരിക്കും കർത്താവ് കാണുന്നുണ്ട് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾക്ക് പിന്നിലുള്ള കഠിന യാതനകളെക്കുറിച്ച്, അതിന് നമ്മൾ ഏറ്റെടുക്കുന്ന വലിയ ത്യാഗങ്ങളെക്കുറിച്ച് കർത്താവിന് നല്ല ബോധ്യമുണ്ട്. അവരുടെ വിശ്വാസം കണ്ട് അവൻ ആ തളർവാദ രോഗിയോട് പറഞ്ഞു, അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ വിശ്വാസം കണ്ട്. സുവിശേഷത്തിൻ്റെ അവസാനം നമ്മൾ കാണുന്നുണ്ട്, എല്ലാവരും വിസ്മയിച്ചു, ഇതുപോലൊന്നും ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ജനക്കൂട്ടം മുഴുവനും തളർവാദ രോഗം ബാധിച്ചിരുന്ന ഒരു മനുഷ്യന്റെ സൗഖ്യത്തെ നോക്കി അത്ഭുതപ്പെട്ട് കർത്താവിന് നന്ദി പറയുന്ന നേരത്ത്, കർത്താവിനെ ഈശോയെ പുകഴ്ത്തുന്ന നേരത്ത് ഈശോയുടെ നോട്ടം പോകുന്നത് ആ 4 പേരിലേക്ക്. മച്ചു പൊളിച്ച് ഒരാള് തൻ്റെ അടുത്തേക്ക് ഒരു തളർവാദ രോഗിയെ ഇറക്കി വിടാനും മാത്രം വിശ്വാസമുണ്ടായിരുന്ന 4 പേരിലേക്ക്. അവരുടെ വിശ്വാസം കണ്ട് എത്രയോ പേരാണ് നമ്മളെങ്ങനെ കർത്താവിൻ്റെ അടുത്തേക്ക് ഇറക്കിയിരിക്കുന്നത് എന്നുള്ള കൃതജ്ഞതയോടുകൂടെ ആയിരിക്കണം ഇന്നത്തെ ദിവസം. എന്നിട്ട് തിരിച്ചൊന്നുകൂടെ ചിന്തിക്കണം, എത്ര പേരെ ഞാൻ കർത്താവിങ്കിലേക്ക് ഇങ്ങനെ വിശ്വാസത്തോടെ ഇറക്കി കൊടുത്തിട്ടുണ്ട്, അടുപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എത്ര പേര് എൻ്റെ വിശ്വാസം കണ്ടിട്ട് കർത്താവ് സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട്. എത്ര പേരെ എൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം കണ്ടിട്ട് കർത്താവ് സഹായിക്കാൻ ഇടയായിട്ടുണ്ട്. 0 എന്നായിരിക്കും ഉത്തരമെങ്കിൽ ഒന്ന് തിരുത്തേണ്ട സമയമായിട്ടുണ്ടെന്നുള്ളതാണ്. കുറച്ച് പേരെയൊക്കെ ഇങ്ങനെ എടുത്ത് പറയാനുണ്ടെങ്കിൽ ഇനിയും അത് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കൃപയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതിയാവും. കർത്താവെ, അവരുടെ വിശ്വാസം കൊണ്ട് അങ്ങ് ആ തളർവാദ രോഗിയെ സൗഖ്യപ്പെടുത്തിയെങ്കിൽ ഇപ്പോഴും തളർന്നു കിടക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഉത്തരവാദികൾ, അവരെ സുഖപ്പെടാത്തതിൻ്റെ ഉത്തരവാദികൾ, കാരണക്കാര് ഞങ്ങളുടെ വിശ്വാസമില്ലായ്മയായിരിക്കുമല്ലോ എന്നോർത്ത് ഞങ്ങളുടെ മനസ്സ് വേദനിക്കുന്നുണ്ട്. ഒരാളും തളർന്നു കിടക്കാത്ത വിധത്തിൽ പ്രാർത്ഥനയുടെ ശക്തി കൊടുത്ത് കർത്താവിലേക്ക് അവരെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ അവരെ സൗഖ്യപ്പെടുത്താനും കരുത്തുള്ളവരാക്കാനും ഞങ്ങളെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അത് എൻ്റെ ജീവിതത്തിൽ വരേണ്ട മാറ്റങ്ങൾ, നടക്കേണ്ട അടയാളങ്ങൾ, അത്ഭുതങ്ങളെക്കുറിച്ച് മാത്രം ഇങ്ങനെ ചിന്തിച്ച് ഈശോ ഈ ജീവിതം പാഴാക്കാതെ തളർന്നു കിടക്കുന്ന ഒരാളെയെങ്കിലും എൻ്റെ കർത്താവിൻ്റെ പക്കലേക്ക്, സാധ്യതകളൊന്നുമില്ല അവരുടെ മുൻപിൽ, എന്നിട്ടും മച്ചുവരെ പൊളിച്ചവർ കർത്താവിൻ്റെ അടുത്ത് മുൻപിലേക്ക് തളർവാദ രോഗി എത്തിക്കുന്നുണ്ടെങ്കിൽ അവൻ സൗഖ്യപ്പെടുമെന്ന് ഉറപ്പുണ്ടായിട്ടല്ലേ, അത്രയും റിസ്ക് അവരെടുക്കുന്നതല്ലേ. അതുകൊണ്ടൊക്കെയാണ് കർത്താവ് ഇങ്ങനെ അവരുടെ വിശ്വാസം കണ്ട് അവൻ ആ തളർവാദ രോഗിയോട് പറഞ്ഞു, കർത്താവെ ഒന്ന് പരിപൂർണമായി വിശ്വസിക്കാൻ. എത്ര കഠിനമായ വഴികളിലൂടെയാണെങ്കിലും അങ്ങിലെത്തിച്ചേർന്ന് കഴിയുമ്പോൾ സ്വസ്ഥതയും സമാധാനവും സൗഖ്യവും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാനൊക്കെ വേണ്ട കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങിലെത്തിച്ചേരുമ്പോഴേക്ക് ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ വല്ലാത്ത വലിയ പ്രസാദവരം കൊണ്ട്, സ്വർഗീയ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയുന്നു എന്ന് ഒന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവിങ്കിലേക്ക് പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയായി ഇങ്ങനെ കട്ടിലിൽ ഒന്ന് ഇറക്കി കൊടുക്കുക. വിശ്വാസത്തോടുകൂടെ അവിടെ നിന്ന് നോക്കിക്കൊള്ളുമെന്നുള്ള ഉറപ്പോടുകൂടെ നമ്മൾ പ്രാർത്ഥനയുടെ ഈ കട്ടിലുകളിന്മേൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ കർത്താവിങ്കിലേക്ക് ഇറക്കുമ്പോൾ നമ്മുടെ വിശ്വാസം കണ്ട്, നമ്മുടെ പ്രാർത്ഥനയുടെ ആ ഒരു സ്നേഹം കണ്ട് അവിടെ നിന്ന് അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. കർത്താവെ, അതിനായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, തെറ്റിപ്പോയ ഞങ്ങളുടെ മക്കളെ, ഞങ്ങളെ ഇടയ്ക്കെങ്കിലും ഇടർച്ച വരുന്ന ജീവിത പങ്കാളികളെ, കലഹിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിലെ പ്രിയപ്പെട്ടവരെ, കാരണങ്ങളൊന്നുമില്ലാതെയും ദേഷ്യപ്പെട്ടും ഒച്ചപ്പാടുമായിട്ട് നടക്കുന്ന അടുപ്പമുള്ളവരെ, പരിചയക്കാരെ, തളർന്ന് ജീവിതത്തിൽ ഇനി ഒരു അടി മുന്നോട്ട് വയ്ക്കാനില്ല എന്ന് പറഞ്ഞ് തളർന്ന് അവശരായിരിക്കുന്ന ഞങ്ങൾ വഴിയിൽ കണ്ടുമുട്ടുന്നവരെ, ജീവിതത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളും നശിച്ച് നിരാശയോടുകൂടെ മാത്രം ജീവിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയുടെ
ഞങ്ങളുടെ ഈ പ്രാർത്ഥനയുടെ കട്ടിലിന്മേൽ അവരെ കിടത്തി അങ്ങയുടെ തിരുമുൻപിലേക്ക് ഏൽപ്പിച്ചു തരുന്നു. കാത്തുകൊള്ളണമേ എന്ന്, കരുതൽ നൽകണമേ എന്ന്, കരുത്തി നൽകി തിരിച്ചെടുക്കണമേ എന്ന് അവരെ പ്രത്യാശയുടെ പ്രകാശം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ച് അവരെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരികെ എടുക്കാൻ മനസ്സാകണമേ തമ്പുരാനെ എന്ന വലിയ അപേക്ഷയോടുകൂടി ഓരോരുത്തരെയും നമ്മുടെ പ്രാർത്ഥനകളിന്മേൽ കർത്താവിന്റെ മുൻപിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് വിശ്വാസത്തോടെ സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളിങ്ങനെ പ്രാർത്ഥനയിലൂടെ ചേർത്ത് വയ്ക്കുന്ന മനുഷ്യര് നാളെ സൗഖ്യപ്പെട്ട് നടക്കുന്നത് കാണാനാവും നമുക്ക്. ഈ രാത്രിയിൽ അങ്ങനെ ആരൊക്കെയാണ് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ പ്രാർത്ഥനകൾ വഴിയായി ഏൽപ്പിച്ചു കൊടുക്കേണ്ടതെന്ന് ചിന്തിച്ച് അതെണ്ണം 100 കടന്നാലും കുഴപ്പമില്ല. ഒന്ന് കർത്താവിൻ്റെ മുൻപിൽ അവർക്ക് വേണ്ടി ഒന്ന് മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ, ഉറപ്പോടുകൂടെ ഒന്ന് നിൽക്കാൻ, അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയുമായി അവിടുത്തെ മുൻപിൽ താഴ്മയോടെ ആയിരിക്കാൻ ഈശോ ഈ രാത്രിയിൽ അങ്ങനെയുള്ള എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണ തൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ,